കാരണം ആ ബേസിക്സ് അറിയില്ലെങ്കിൽ. അങ്ങനെ അറിയാത്തവർ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ അറിയോ, ഡിഡ് എന്ന് പറയുന്നത് ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആണെന്ന് കാണിക്കാനായിട്ട് ഓൾറെഡി ഡിഡ് അവിടെ ഉണ്ട്. ഞാൻ പാസ്റ്റ് ടെൻസ് ആണ് ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് ഡിഡ് ഇസ് ഓൾറെഡി ദേർ, അല്ല ഡിഡ് അവിടെ ഉണ്ട്. സോ ഷീ ഡിഡ് ഗോ. ഡിഡ് വന്നാൽ പിന്നെ പാസ്റ്റ് ടെൻസ് ഒന്നും വേണ്ട, വേറെ ആരും വരണ്ട, ഡിഡ് മതി. അപ്പൊ ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഗോ എന്ന് പറഞ്ഞാൽ മതി. ഷീ ഡിഡ് ഗോ, വി ഡിഡ് ഗോ, ഷീ ഡിഡ് ഗോ. ഇനി അവർ വന്നു എന്ന് എങ്ങനെ പറയും? അവർ വന്നിരുന്നു എന്ന് എങ്ങനെ പറയും? they did come. അപ്പൊ ഡിഡ് കഴിഞ്ഞാൽ എപ്പോഴും V1 ഫോം ആണെന്നുള്ളത് മനസ്സിൽ വെച്ചേക്കുക. ഇത് പല എക്സാംസിനും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. എറർ കറക്ഷനിൽ എപ്പോഴും ചോദിക്കുന്ന അതും പറയാം. ഇപ്പൊ നാച്ചുറലി പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവുന്നുണ്ടാവും, അപ്പൊ they came എന്ന് പറഞ്ഞാൽ പോരേന്ന് അല്ലെ? they came എന്ന് പറയാം, ഒരു തെറ്റുമില്ല. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ അവർ വന്നു എന്ന് പറയാൻ they came എന്ന് തന്നെയാണ് പറയുക. പക്ഷെ അവിടെ they did come എന്ന് പറയുമ്പോൾ അത് സ്ട്രെസ് ചെയ്യാണ്. അത് വന്നിരുന്നു എന്നുള്ളതിനെ ഒന്ന് ഉറപ്പിച്ച് പറയാനാണ് നമ്മൾ they did come എന്ന് പറയുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ did പ്ലസ് come is equal to came എന്നാണ്. അപ്പൊ ഡിഡ് കമ്മും ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒറ്റ വേർഡാണ് came. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇത് പറയാം. they did come എന്നും പറയാം, they came എന്നും പറയാം. ഇപ്പൊ മനസ്സിലായോ? ഈ മറ്റ് എക്സാമ്പിൾസും അതുപോലെ ഒന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ സെന്റൻസ് ഐ ഡിഡ് അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞില്ലേ? ഡിഡ് പ്ലസ് അറ്റൻഡ് എന്തായിരിക്കും? അറ്റൻഡഡ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? മാറ്റി പറയുകയാണെങ്കിൽ ഐ അറ്റൻഡഡ് ദ മീറ്റിംഗ് എന്ന് പറയാം. പക്ഷെ എന്തിനാണ് ഇവിടെ ഐ ഡിഡ് അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞത്? അത് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങനെ പറയുന്നത്? ഐ ഡിഡ് അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സെന്റൻസ് നോക്കൂ, they did call. അപ്പൊ ഡിഡ് പ്ലസ് called. they did call അല്ലെങ്കിൽ they called. മനസ്സിലായല്ലോ? ഇനി നമുക്ക് മൂന്നാമത്തെ യൂസേജ് എന്താന്ന് നോക്കാം.